പാലക്കാട് ജില്ലയിൽ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യമായിട്ട് വരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് വളരെ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണമായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അതിർത്തിയില് പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കാനായിട്ട് നമ്മുടെ സൈനികർ പോരാടുന്ന സമയത്ത് എനിക്ക് നൽകുന്ന സ്വീകരണങ്ങൾ ആർഭാടത്തോടുകൂടിയുള്ള സ്വീകരണമാക്കി മാറ്റരുത്. അദ്ദേഹം അത് പറയും. കാരണം അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ്. എന്നെക്കാളും നിങ്ങളെക്കാളും എല്ലാം ഒരു അതിർത്തി കാക്കാനായിട്ട് പോരാടുന്ന ഒരു സൈനികന്റെയും അവരുടെ കുടുംബത്തിന്റെയും എല്ലാം മാനസികാവസ്ഥയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹം ജനിച്ചു വളർന്നത് ഈ രാജ്യസ്നേഹത്തെ സംബന്ധിച്ചുള്ള കഥകൾ കേട്ടുകൊണ്ടും അതുപോലെ തന്നെ രാജ്യത്തിന്റെ അതിർത്തി കാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും എല്ലാം കേട്ടുള്ള കഥകൾ കേട്ടുകൊണ്ടാണ് അദ്ദേഹം വളർന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുന്നു, ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ള കുറവ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്ന ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള ഒരു ജില്ലയായിട്ട് പാലക്കാട് മാറ്റി അതിന് നൽകുന്ന സ്വീകരണ യോഗത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയൊരു സ്വീകരണം പാലക്കാട്ടെ BJP പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകുന്ന ഞാൻ ഈ വേളയിൽ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുക. ഇതുവരെ കേരളം കേട്ടത് അഴിമതി കഥകളും വിവാദങ്ങളും മാത്രമാണ്. പക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങള് ഒരു പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സിന്റെ നരേറ്റീവ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുക. അത് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ വാക്കുകളിലൂടെയാണ് അത് കേരളം ഇന്ന് അത് കേൾക്കുന്നത്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പാലക്കാട് വേരുകളുള്ള ആളാണ്, പാലക്കാടിന്റെ പുത്രനാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ പിതാവ് പാലക്കാട് കോട്ടായിയിലെ വേരുകളുള്ള ആളാണ്, പാലക്കാട് കോട്ടായിക്കാരനാണ്. അത് മാത്രമല്ല, നമുക്ക് പ്രഭാരിയായിട്ട് ലഭിച്ചിട്ടുള്ളത് പാലക്കാട്ടുകാരനായിട്ടുള്ള ശ്രീ അനീഷിനെയാണ്. പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഇത് നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തെ വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, ഈ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ അല്ല, മറിച്ച് ഫൈനലാണ്. കേരള രാഷ്ട്രീയത്തിലെ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫൈനലാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലും അതുപോലെ തന്നെ പാലക്കാടും നേതൃത്വം കൊടുക്കുന്നത് രണ്ട് പാലക്കാട്ടുകാരാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം അഭിമാന പോരാട്ടമാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. പാലക്കാടിന് നേട്ടങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ഇത്തവണ നമ്മള് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ കേരളത്തിന് മാതൃകയായിട്ടുള്ള ജില്ലയാണ്. 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ആദ്യമായിട്ട് ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണം സമ്മാനിച്ചത് പാലക്കാട് ജില്ലയാണെങ്കിൽ ഈ തവണ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്ന ജില്ലയായിട്ട്, പഞ്ചായത്തുകൾ ഭരിക്കുന്ന ജില്ലയായിട്ട് നമുക്ക് മാറണം. അതിനുള്ള വഴി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മാറ്റം, അവരുടെ മനസ്സുകളിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകള്, നിഷ്പക്ഷമതിയാളികളായിട്ടുള്ള ആളുകള് വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യത്തെ ഹൃദയത്തിലേറ്റിയിട്ടുള്ളത്. കാരണം ഇതുവരെ അവർ കേട്ടിട്ടുള്ളത് അഴിമതി കഥകളും അതുപോലെ തന്നെ വിവാദങ്ങളും നിറഞ്ഞ രാഷ്ട്രീയമാണ്. അതിന് ബദലായിട്ട് കേരളത്തിൽ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നു. നമ്മളെ സംബന്ധിച്ചോളം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഒരു സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിലും പാലക്കാടും നടന്ന വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അത് അടിസ്ഥാന സൗകര്യ വികസനമായാലും ശരി, ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിലായാലും ശരി, അത് നരേന്ദ്രമോദി സർക്കാരാണ് ആ പദ്ധതികള് കേരളത്തിലും ഈ രാജ്യത്തിലും നടപ്പാക്കിയിട്ടുള്ളത്. ഇവിടെ ദേശീയപാതകളുടെ വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ സഹായത്തോടു കൂടിയിട്ടാണ്.
ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ വീടുകളിൽ കുടിവെള്ളം എത്തുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ മിഷൻ പദ്ധതി വഴിക്കാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ഭവന നിർമ്മാണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴിക്കാണ്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും മുന്നേറുന്നു, കേരളം പുറകോട്ടാണ്. കേരളം മുന്നേറുന്നില്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊപ്പം മുന്നേറുന്നില്ല. അതിനൊരു മാറ്റം വരണമെങ്കിൽ കേരളം മാറണം. മാറാത്തത് മാറ്റാൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള NDA തയ്യാറായിരിക്കുകയാണ്. ഇത്തവണ അത് നമ്മൾ മാറ്റും. കാരണം കേരളത്തിലെ പാലക്കാട്ടിലെ മാത്രം ഉദാഹരണങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. വികസന കാര്യങ്ങളില് ദേശീയപാതകളുടെ വികസനം, വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാതയുടെ വികസനം പൂർത്തീകരിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇപ്പോ പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ആയിട്ട് നരേന്ദ്രമോദി സർക്കാർ 10,000 കോടി രൂപ നൽകിയിരിക്കുന്നു. അത് മാത്രമല്ല, നിലവിലുള്ള കോഴിക്കോട് പാലക്കാട് ദേശീയപാത വികസിപ്പിക്കാനായിട്ട് വീണ്ടും 10,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് എന്തിനേറെ നമ്മുടെ എന്റെയും നിങ്ങളുടെയും മക്കള്, നമ്മുടെ അനുജന്മാർ, നമ്മുടെ അനുജത്തിമാർ അവര് വിദ്യാഭ്യാസത്തിനായിട്ട് ഇന്ന് പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ്. 500-ലധികം ബസ്സുകളാണ് ദിനം പ്രതി കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. നല്ലൊരു വിദ്യാഭ്യാസം കിട്ടാൻ ഇന്ന് പാലക്കാടിന് അവസരമില്ല. പഠിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും എല്ലാം കുട്ടികൾ പോകുന്നത് അന്യ സംസ്ഥാനങ്ങളിലാണ് ജോലിക്കായിട്ട്. ജോലി കിട്ടാനുള്ള അവസരം ഇന്ന് നമ്മുടെ ജില്ലയിലില്ല. അതിന് പരിഹാരമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പാലക്കാടിന് IIT നൽകി. ഇപ്പോ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുമുറ്റത്ത് ജോലി ലഭിക്കാനായിട്ട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി 3,500 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിന് നൽകിയിരിക്കുന്നു. ഇങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ അമൃത് പദ്ധതിയില് പാലക്കാട് നഗരസഭയെ ഉൾപ്പെടുത്തി. 2ാം ഘട്ടത്തിൽ ഷൊർണൂർ നഗരസഭയെയും അതുപോലെ തന്നെ പട്ടാമ്പിയെയും ചെറുപ്പുളശ്ശേരിയെയും ഒറ്റപ്പാലത്തെയും നരേന്ദ്രമോദി സർക്കാർ ഉൾപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ജൽജീവൻ മിഷൻ പദ്ധതി വഴിക്ക് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി നടപ്പാക്കി വരുന്നു. അങ്ങനെ പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് എന്തും പിന്തുണ നൽകിയിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരാണ്. ആ മോദി സർക്കാരിനുള്ള പിന്തുണ കൊടുക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനുള്ള വേദിയായിട്ട് മാറണം. എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ കഴിയും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ നമ്മുടെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും നമുക്ക് ഭരിക്കാൻ കഴിഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ പോലെയുള്ള ഒരു സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ കൂടെയുള്ള സമയത്ത് കേരളത്തിലെ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ ആ പഞ്ചായത്തുകളുടെ വികസനം നടത്താൻ നമുക്ക് കഴിയും. അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന പാലക്കാടത്തെ BJP പ്രവർത്തകരാണ്. അതിനുള്ള ഒരു വേദിയായിട്ട് ഈ വികസിത കേരള കൺവെൻഷൻ മാറണം. അതിനുള്ള തുടക്കമായിട്ട് മാറണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി നിങ്ങളുടെ എല്ലാം പിൻബലത്തില് ബഹുമാന്യായിട്ട് സംസ്ഥാന അധ്യക്ഷന് ഉറപ്പ് കൊടുക്കുന്നു. 2015 അമിത്ഷാജിക്ക് നമ്മൾ ഉറപ്പ് കൊടുത്തു. ആദ്യം ഭരിക്കുന്ന നഗരസഭ പാലക്കാട് നഗരസഭയായിരിക്കുന്നത്. ഈ തവണ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന ജില്ലയായിട്ട് പാലക്കാടിനെ ഞാനും നിങ്ങളും അടക്കുന്ന പ്രവർത്തകർ മാറ്റുന്ന ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പ് കൊടുത്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.